ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിത് വളരെ എളുപ്പത്തിലും വലിയ ചിലവൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ പുഡിങ്ങിന്റെ റെസിപ്പി നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പാത്രത്തിന്റെ അവസ്ഥ ഇതാണ്, കാലിയാവും. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ ചൈന ഗ്രാസിന്റെ ഒരു 10 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർക്കാനിടാം. ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയിടുക കേട്ടോ. അതൊന്ന് കുതിർന്നു വരും. അപ്പം നമുക്കിത് ഉരുക്കിയെടുക്കാൻ ഒന്ന് എളുപ്പമാണ്. ഇപ്പൊ ഉരുക്കിയെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ടൈം ഇല്ല, കുതിർത്തില്ലെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല. നമുക്കത് ഡയറക്റ്റ് ആണേലും ഉരുക്കിയെടുക്കാം. അന്നേരം ഒരു ഇത്തിരിയും കൂടി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചൈന ഗ്രാസ് തന്നെ വേണം. അത് നമ്മൾ കോൺഫ്ലോർ വെച്ചൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോർമൽ വാട്ടർ അതിലേക്ക് ഇതൊന്ന് കുതിർത്തിയിടുകയാണ്. ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം. ഇത്തിരി നേരം കൊണ്ട് അത് കുതിർന്ന് കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് അവധിക്കാലമല്ലേ, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ വിശപ്പുകളൊക്കെ ഉണ്ടാകത്തില്ലേ? അന്നേരം അതുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? എൻ്റെ വീട്ടിൽ അതാണ് കേട്ടോ അവസ്ഥ. ഇനി നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ക്യാരമലാണ്. ഞാനിവിടെ ഒരു അര കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിരത്തിയിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പഞ്ചസാര ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തീ കുറച്ച് വെക്കാം. അത് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് കരിഞ്ഞു പോകരുത്. നല്ല കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഈ ക്യാരമലിനകത്തേക്ക് പാലൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. തെറിച്ച് നമ്മുടെ കൈയൊന്നും പൊള്ളരുത്. നല്ല ചൂടാണ് ഈ ക്യാരമലിന്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ ക്യാരമൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് പാലിനകത്ത് ഒഴിച്ച് പേടിയുള്ളവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ക്യാരമൽ കട്ടിയായിരിക്കും. പക്ഷെ നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഈ ക്യാരമൽ അത് അലിഞ്ഞ് ഈ പാലിൻ്റെ കൂടെ നന്നായി മിക്സ് ആയിക്കോളും. അങ്ങനെ പേടിക്കണ്ട, അയ്യോ നമ്മുടെ ക്യാരമൽ കട്ടിയാണല്ലോ ആവുന്നില്ലല്ലോ എന്ന്. അതിപ്പം തന്നെ മാറി നമ്മുടെ പാലിന് നല്ലൊരു കളർ വരും. ഇത് കണ്ടില്ലേ? ഇനി അത് ഈ കഷ്ണം കൂടെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അലിഞ്ഞു ചേരാൻ. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയുടെ തരി ഇടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡാണ്. ഇത് ഓപ്ഷണലാണ്. പാൽപ്പൊടി ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമിയാണ്. എങ്കിലും ഒരു ഇച്ചിരി മധുരത്തിനും അല്ലെങ്കിൽ ഒരു ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു 2-3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇല്ലെന്ന് പറഞ്ഞതിന് ഒരു ടേസ്റ്റ് കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടത് ആ ക്യാരമലൊക്കെ പൂർണ്ണമായിട്ടൊന്നും ഒന്ന് അലിഞ്ഞ് ചേരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കാം. ഏതെങ്കിലും ഒരു പാനിലേക്ക് ഈ ചൈന ഗ്രാസ് മുഴുവനും ആ വെള്ളത്തോട് തന്നെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ലേശം വെള്ളം കൂടെ, ടോട്ടൽ ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാൻ അലിയിക്കുന്നത്. അപ്പം അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പയ്യെ ചെറുതീയിൽ ചൈന ഗ്രാസ് മുഴുവനായിട്ട് ഉരുക്കിയെടുക്കുക. ഈ ചൈന ഗ്രാസ് നന്നായിട്ട് ഉരുകി വരുമ്പോഴേക്കും നമ്മുടെ ഈ പാലിൻ്റെ ഈ കാരമൽ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടർ, ഇതും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ വിചാരിക്കരുത്, അയ്യോ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലല്ലോ ടേസ്റ്റ് കുറഞ്ഞു പോകുന്നു, അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് ഒരുവിധം ഉരുകി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതിങ്ങനെ മുഴുവനായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്ക് അന്നേരം ഈ ചൈന ഗ്രാസ് ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചൈന ഗ്രാസും ഈ പാലും ഒരേ ചൂടിലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ ചൂടിലായിരിക്കുന്ന സമയത്ത് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് ചെറുതീയിൽ ഇത് ഇങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഒത്തിരി നേരം തിളയ്ക്കൊന്നും വേണ്ട, ഒരു അരമിനിറ്റോ വല്ലതും മതി. അതൊന്ന് ഇതിലൊന്ന് യോജിക്കണം, അത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് നമ്മുടെ ഈ പാലിൻ്റെ മിക്സിൽ ഈ ചൈന ഗ്രാസ് നന്നായിട്ട് ലയിച്ച് കഴിയുമ്പം നമുക്കിത് ചൂടോട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം. സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ സെറമിക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ, അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്ന് അരിച്ചൊഴിക്കുക. കാരണം ഇതിൽ ഈ ചൈന ഗ്രാസിൻ്റെ ചെറിയ തരികളും നമ്മുടെ ഏലക്കയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ അരിച്ച് വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു റൗണ്ടിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ട്രെയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇത് ഉടനെ തന്നെ സെറ്റ് ആവും കേട്ടോ. സെറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ. ഇപ്പം പീനട്ട്സ് ചേർക്കാം, അല്ലെങ്കിൽ കശുവണ്ടി ചേർക്കാം. ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണം എന്നുള്ളവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ ബദാം ഒന്ന് ജസ്റ്റ് ഒരു ലേശം ബട്ടറിൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. ഒരു ചെറിയ പാനിലിട്ടിട്ട്, അത് ഓപ്ഷനിലാണ് കേട്ടോ, വെറുതെ നട്ട്സ് അരിഞ്ഞ് ചേർത്താലും മതി. ഇതിട്ടിട്ട് ഇതൊരു ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് സെറ്റ് ആവും. ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നോർമൽ ഫ്രിഡ്ജിലാണ് കേട്ടോ, ഫ്രീസറിലല്ല, വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ദേ കണ്ടില്ലേ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് കട്ട് ചെയ്യാൻ, ഭയങ്കര സോഫ്റ്റും ഇങ്ങനെ ജിഗ്ലിയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് മുറിഞ്ഞു പോകും കേട്ടോ. ഇത് ഇപ്പം കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ജിഗ്ലിയാണ്. ഞാനിതിപ്പോ ഒരു രണ്ട് വിരലും കൊണ്ട് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകും. വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മൾ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വീട്ടിലുള്ളപ്പോഴോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സമയവും കുറവ് മതി. അത് മാത്രമല്ല, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അന്നേരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ.